ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ അമലൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് തോരണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ വർക്കുകളൊക്കെ ചെയ്യുമ്പം ഇതേപോലെ കുറച്ച് പീസസൊക്കെ മിച്ചം വരില്ലേ, അത് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളെടുത്തേക്കുന്നത് ഒരു വളയാണ്. അത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ അത് റൗണ്ടിലാണ് വേണ്ടത്. എന്നിട്ട് ആ റൗണ്ട് പീസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഈ കളറുകളെല്ലാ പേപ്പേഴ്സും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് എടുക്കുക, എന്നിട്ട് അതൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടായിട്ടത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ കാണുന്ന പോലെ നമ്മൾ ഒരു വശത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മുറിഞ്ഞു പോകരുത്. ആ ലാസ്റ്റ് സൈഡ് വരുമ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഇനി തിരിച്ച് പിടിച്ചിട്ട് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കൊരു ഒരു നാല് തവണയായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സ്കൂൾ ടൈം തൊട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം കൂടുതൽ പേർക്കൊന്നും അറിയാമായിരിക്കും. ഇനി അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട്, അലോന എന്നാണ് മോളുടെ പേര്. മോൾ എന്നോട് ചോദിച്ചിരുന്നു ക്രിസ്മസ് തോരണം ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു പിള്ളേർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതുപോലെ ഏറ്റവും ബോട്ടം പേപ്പറിൽ നമ്മൾ ഏറ്റവും താഴെ വയ്ക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ ഈ സെൻറ്ററിൽ വരുമ്പോൾ മാത്രം ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഗ്ലൂ ആവരുത്, ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ ആകാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പേപ്പേഴ്സും ഒരേ ഡയറക്ഷനിൽ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡയറക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് നിവർക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിൽ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തേത് സെൻറ്ററിൽ ഒട്ടിച്ചു. ഇനി നമ്മൾ ഒട്ടിക്കേണ്ടത് ഇതിൻ്റെ 2 സൈഡുകളിലാണ്. അതായത് ഈ നമ്മൾ മേളിൽ വെച്ച് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന നീല കളർ പേപ്പറിൻ്റെ 2 സൈഡുകളിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് അടുത്തത് വെച്ചിട്ട് ആ 2 സൈഡുകൾ മാത്രം, അതായത് ആ പൊങ്ങി നിൽക്കുന്ന ആ 2 ചെറിയ പീസസ് മാത്രം ഒട്ടി നിൽക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ആദ്യത്തെ പീസ് നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ചു. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ 2 സൈഡുകൾ മാത്രം ഒട്ടിക്കുക കേട്ടോ. ഇനി അടുത്തത് വരുമ്പോൾ വീണ്ടും നടുക്ക് ഒട്ടിക്കുക, പിന്നെ നമ്മൾ 2 സൈഡുകളിൽ ഒട്ടിക്കുക. അങ്ങനെയാണ് ചെയ്യണത്. എല്ലാം അതേപോലെ സെയിം പ്രോസസ്സിലാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഇതിന് മേലേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി 2 സൈഡുകളിൽ വീണ്ടും ഗ്ലൂ ആക്കി കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ കൂട്ടി ഒട്ടിപ്പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിവർത്തിയെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തിയെടുക്കണം. അപ്പോൾ നമ്മളൊരു കുറച്ചൊരു സമയം വെയിറ്റ് ചെയ്തിട്ട് നിവർക്കുക. അല്ലെങ്കിൽ നമ്മൾ നിവർത്തി കഴിയുമ്പോഴത്തേനും ആ ഗ്ലൂ ഒട്ടിയിട്ടില്ലെങ്കിൽ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. നിവർത്തി കൊടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും കൂട്ടി ഒട്ടി നിൽപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒട്ടിച്ച പീസുകളല്ലാതെ വേറെ ഏതെങ്കിലും പീസ് ഒട്ടി നിൽപ്പുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് വിടിവിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നല്ലൊരു എക്സാക്റ്റ് ലുക്കിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ക്രിസ്മസ് തോരണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.